ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എല്ലാവരും അത് കാത്തിരിക്കുകയാണെന്നറിയാം. ഇനി 2 ദിവസമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇത് പഠിക്കാൻ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നും നാളെയുണ്ട്. നിങ്ങൾ കൃത്യമായി ലെവലുകളൊക്കെ നോക്കി പഠിക്കാനും ന്യൂസുകൾ കളക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പം ഇന്നലെ ജസ്റ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനു മുന്നേ കുറേ കാര്യങ്ങൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പ് വഴി നമ്മൾ കാര്യങ്ങൾ അറിയുന്നുണ്ട്. എങ്കിലും ഒരു സമ്മറി പറഞ്ഞിട്ട് മാത്രം നമുക്ക് അടുത്ത ലെവലിലോട്ട് പോവുക. ഇന്ന് അധികം നീളത്തില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റികളെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ നമ്മൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് 20 പോയിൻ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അല്ലേ? 20 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്നെങ്കിലും മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തു? ഫോം ചെയ്തു, ഇല്ലേ? ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിക്കാം. നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഓക്കെ, നല്ലൊരു ബുള്ളി സ്ട്രക്ചറാണ്. മാർക്കറ്റ് താഴോട്ട് പോയതിന് ശേഷം നല്ലപോലെ പുഷ് ചെയ്ത് മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു. വാലൊന്നും ഇല്ലാതെ, വിക്കൊന്നും ഇല്ലാതെ ക്ലോസ് ചെയ്തു, അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇതിന് മുകളിൽ മാർക്കറ്റ് എത്തിയപ്പോൾ പിന്നെ അടുത്ത കടമ്പ എന്തുവാണ്? ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുമോ ഇല്ലെന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ എന്നും ശിശുവായിട്ടിരിക്കില്ല, എന്നും പാൽ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വളരാൻ പറ്റുമോ? ഒരു പരിധി കഴിയുമ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആവർത്തന രസം ഉണ്ടാകുന്നത്. എന്നാലും ഒരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 3-4-5-6 മാസം എന്ത് ചെയ്യും? നമ്മൾ പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, അല്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചെറിയ സാധനങ്ങളൊക്കെ ഞെരടി കൊടുക്കാൻ തുടങ്ങും, അല്ലേ? ചോറാണെങ്കിലും ഇച്ചിരി നെയ്യ് ചേർത്തോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഞെരടി കൊടുക്കാൻ തുടങ്ങും. അതിനുശേഷം പിന്നെ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ടുള്ള ആഹാരം എന്ത് ചെയ്തു? കട്ടിയില്ലാത്ത ലൈറ്റായിട്ടുള്ള ആഹാരം, പാലിനേക്കാൾ എന്നാൽ ഇച്ചിരി കട്ടിയുള്ള ആഹാരം, എന്നാൽ താരതമ്യേന കട്ടി കുറഞ്ഞ ആഹാരം നമ്മൾ കുഞ്ഞിന് ഞെരടി കൊടുക്കും. എന്തിനാണ്? ദഹിക്കത്തക്ക രീതിയിൽ. അതിനുശേഷം 1 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ പതുക്കെ ഇച്ചിരി ചിക്കനും ഒക്കെ നമ്മൾ പതുക്കെ ചെറിയ കട്ടിയുള്ള ആഹാരം കൊടുത്തു. അതിനുശേഷം 2 വയസ്സ് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കൊച്ചിന് നമ്മൾ കുറച്ച് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ബിഗിനർ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇവിടെ തന്നെ പാലും കുടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒന്നുമല്ല, നമ്മളിപ്പം കുറച്ച് മെച്ചുറായി കഴിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണം മാർക്കറ്റിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. എന്ന് നമ്മൾ ചാർട്ടുകൾ വാച്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളും ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പിൽ 20 പോയിൻ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്നെങ്കിലും തിരിച്ച് പുഷ് ചെയ്ത് നമ്മുടെ ഈ വരച്ച ബോക്സിന് മുകളിൽ വന്നു അവിടുന്ന് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഉണ്ടായി. മാർക്കറ്റ് നമ്മൾ വരച്ച ഒരു ലെവലിൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ചെയ്തു, ഇല്ലേ? ഇതിൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ അടുത്ത കടമ്പ എന്താണ്? ഇനി ഇത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലെന്നുള്ളതാണ് നോക്കേണ്ടത് നമ്മൾ, ഇല്ലേ? ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റ് പോകുമോ ഇല്ലെന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ക്യാൻഡിലും വന്ന് ഈ പോയിൻ്റ് സപ്പോർട്ട് എടുത്തു. അത് നോക്കിക്കേ, കണ്ടോ? ഈ പോയിൻ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ എൻട്രി പരിഗണിക്കാം. ഈ റിസ്കി ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ അവർ ട്രേഡ് എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, മനസ്സിലായി? ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം രണ്ടാമത്തെ ക്യാൻഡിൽ വെയിറ്റ് ചെയ്തവർക്ക് റീടെസ്റ്റ് ആയിട്ട് കണക്കാക്കാം. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് പോയപ്പോഴും നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു, ഇല്ലേ? അപ്പോഴൊക്കെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? പതുക്കെ വീണ്ടും നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ സൂപ്പറായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു, ഇല്ലേ? നല്ല സ്ട്രോങ് രീതിയിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നമ്മുടെ വരച്ച 25.98 ലൈനിൽ പോയി തട്ടി നേരെ തിരിച്ച് ചെയ്തു. അടുത്തൊരു ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്കൊക്കെ ബുക്ക് ചെയ്യാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങണം, എവിടെ കയറണം എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇറങ്ങുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോധർമ്മമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസാന്നിധ്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് 10 പോയിൻ്റാണോ, 15 പോയിൻ്റാണോ, 20 പോയിൻ്റാണോ എന്ന് അവരവരുടെ റിസ്ക് റിവാർഡ് അനുസരിച്ചാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ഞാൻ എപ്പോഴും ന്യായം പാലിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 10-15 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അല്ല, വീണ്ടും കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ അതിനനുസരിച്ച് അവരവരുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ അവിടെ.
അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് പോയി നമ്മുടെ ലെവലിലെത്തി നേരെ തിരിച്ച് റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ബുള്ളിഷ് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് രൂപപ്പെട്ട് ഞാനിവിടെ വരച്ചിട്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നെങ്കിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ തട്ടി എന്ത് ചെയ്തു, മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഇവിടെ കയറിയവർക്ക് ഞാൻ വളരെ കാര്യമായിട്ടാണ് പറയുന്നത്, 10 പോയിൻ്റ് എടുക്കാനുള്ളവർ കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടം വരെ മാർക്കറ്റ് ഏകദേശം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് കണ്ട് കയറിയവർ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം 268, 50, 18 പോയിൻറ്റ്, ഒരു 10 പോയിൻറ്റ് കിട്ടാനുള്ളൊരു വകുപ്പ് എന്തായിരുന്നു ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ആരും എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയ്ക്ക് കപ്പാസിറ്റി ഒന്നും ആർക്കും ഇല്ല 10 പോയിൻറ്റിൽ ഇറങ്ങാൻ. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇറങ്ങിയവർ ഭാഗ്യവാന്മാർ. അതിനുശേഷം എന്തായാലും നമുക്കിവിടെ സപ്പോർട്ടുണ്ട് ഇല്ലേ. കറക്റ്റ് നമ്മുടെ 2 ലൈനും ജോയിൻ ചെയ്തെടുത്ത് നമ്മുടെ 25-251 നമ്മുടെ ട്രെൻഡ് ലൈനും വന്ന് ക്രോസ് ചെയ്ത് ജോയിൻ ചെയ്തെടുത്ത് വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് പിന്നെയും റിവേഴ്സ് ചെയ്തു. പക്ഷേങ്കിൽ ഈ ഒരു ലൈൻ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അവിടെ തട്ടിപ്പോയി തിരിച്ച് വരുന്നു, വീണ്ടും വരുന്നു. ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് തന്നെ മാർക്കറ്റ് പോയി. ഇവിടെ മാർക്കറ്റ് ഈ റേഞ്ച് വിട്ട് മാർക്കറ്റ് പോയില്ല. എന്താണ് ഈ റേഞ്ച് വിട്ട് പോകാത്തതിൻ്റെ കാരണം വെച്ചാൽ മാർക്കറ്റ് ഇവിടെ കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത്രയും നേരം, അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3:30 വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചപ്പം ഇതിനർത്ഥം എന്താണ്, മാർക്കറ്റ് ഈ റേഞ്ച് വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്കറ്റിൽ അത്രയ്ക്ക് മുകളിലോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ഇല്ല എന്ന് വേണം നമ്മൾ ഈ കൺസോൾട്ടേഷൻ കൊണ്ട് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം 10 മണി അല്ലെ 11 മണിക്കകം നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് അനുസരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ മൊമെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് നമ്മുടെ പണിക്ക് പോകാൻ പറ്റും. ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 10-11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ലൊരു ക്യാപ്ചറിനുള്ളൊരു അവസരം മാർക്കറ്റ് തരുന്നുണ്ട്. അതും മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകാമെന്നുള്ളതല്ലാതെ ഇവിടെ കൊത്തിയിരുന്ന് വൈകുന്നേരം 3:30 വരെയും ഒരു നേർച്ച പോലെ ഇന്ന് മാർക്കറ്റിന് ചവിട്ടി കൊത്തിയിരുന്ന് അങ്ങനെ ഒരു ശീലമാക്കി ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ശീലം മാറ്റുക. കഴിവതും 1-2 ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് ആയാലും അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിനെ പറ്റി ഒരു 1-2 വാചകം ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിനെ പറ്റി കുറേ വിവാദങ്ങളൊക്കെ പല ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ആരെ ഞാൻ നിർബന്ധിക്കത്തില്ല, ഒരു മനുഷ്യനെ പോലും ഞാൻ നിർബന്ധിക്കാറില്ല ക്ലാസ്സിന് പങ്കെടുക്കണം എന്ന് പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക. അവിടെ കോളോ പുട്ടോ അങ്ങനെയുള്ള, ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഞാൻ NISM പാസ്സായിട്ടുണ്ട്, ഇക്വിറ്റി ഡെറിവേറ്റീവിൽ സർട്ടിഫിക്കേഷനുണ്ട്. അതല്ലാതെ ഞാൻ കോൾ കൊടുക്കാനോ പുട്ട് കൊടുക്കാനോ അതിനൊന്നും ഞാൻ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യാറുമില്ല, ചെയ്യുന്നുമില്ല. ഓക്കെ, എൻ്റെ പണി അതുമല്ല. എൻ്റെ പണി ടീച്ചിങ് ആണ്. ഓക്കെ, ഞാൻ പഠിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ നഷ്ടം വരുത്തിയ ആൾക്കാരാണോ, ധാരാളം ആൾക്കാർ കാണും. അവർക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ കരകയറാം, അതിന് നിങ്ങളുടെ ട്രേഡിംഗ് രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതാണ് ഞാനവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്, അറിയാൻ താല്പര്യമുള്ളവർക്ക് വരാം. അല്ലാത്തവർ ആര് നിർബന്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ക്യാൻവാസിങ് പരിപാടിയോ പരസ്യമായിട്ടുള്ള പരിപാടിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. താല്പര്യമുണ്ടെങ്കിൽ വരിക, വന്ന് കേൾക്കുക. ഏകദേശം ഇപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുത്തു. അവരാരും പാഴായി പോയിട്ടില്ല. എല്ലാവരും 100 പേരെ ഞാൻ വിശ്വസിക്കുന്നില്ല. 100 പേരിൽ എനിക്കൊരു 75 പേര് പോട്ടെ, 60 പേരെങ്കിലും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അവരൊക്കെ അവരുടെ ട്രേഡിങ്ങിൽ മെച്ചപ്പെട്ടു, രക്ഷപ്പെട്ടു പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളവർ നിങ്ങൾ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർ നിങ്ങൾക്ക് ഗുണമായിട്ടുണ്ടെങ്കിൽ ഗുണമായിട്ടൊന്ന് എഴുതുക, ദോഷമാണെന്നുണ്ടെങ്കിൽ ദോഷമായിട്ടൊന്ന് എഴുതുക, ഒരു പ്രശ്നമില്ല. പക്ഷേ എല്ലാം സഭ്യമായ ഭാഷയിലായിരിക്കണമെന്ന് മാത്രം. നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് എല്ലാം സഭ്യമായ ഭാഷയിലായിരിക്കണം, അല്ലാതെ തെറി വിളിക്കുന്ന ഭാഷയിലാവരുത്. അങ്ങനെയുള്ള കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. അത്രമാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ അങ്ങനെയുള്ള മനോഭാവമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാം, ഇത് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അത് താല്പര്യമുള്ളവർ മാത്രം വരിക. ഓക്കെ, അപ്പം നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം എന്നെ ഇൻബോക്സിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി പറയാൻ കൂടുതൽ അതിനെപ്പറ്റി ഡയലോഗ് ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്കിനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാം. അപ്പം നാളെ മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഇന്നലെ രാത്രിയിൽ കുറേ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അണ്ണൻ്റെ പിരിവെട്ടി കഴിഞ്ഞാൽ അണ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ട്രംപിൻ്റെ
നോബൽ സമ്മാനം പൊലിഞ്ഞു. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അത് കിട്ടത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം അത് പക്ഷേ ആ കേസിനകത്ത് പുള്ളി വലിയ വയലൻ്റൊന്നും ആയിട്ടില്ല. ഓക്കെ, മറ്റേ കൊച്ചിന് കിട്ടിയപ്പോൾ ഒരു പെണ്ണിനാണ് കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെന്നെ വിളിച്ചായിരുന്നു, അത് നിനക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ, പുള്ളിയുടെ ആശ്വാസത്തിന് വേണ്ടി പുള്ളി അങ്ങനെ പറഞ്ഞോട്ടെ. എനിവേ, എന്തായാലും അത് പൊലിഞ്ഞു, ആ മോഹം പൊലിഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അണ്ണൻ ഒരു കീറി എന്താണ്, ചൈനയ്ക്ക് 100% താരിഫ് അടിച്ചു. 100% താരിഫ് അടിക്കുക എന്ന് പറയുമ്പോൾ 100% നിലവിലെങ്ങാണ്ട് 30% കൊണ്ടാണ് അവർക്ക് താരിഫ് ഉള്ളത്. ഈ 30ൻ്റെ കൂടാണ് ഈ 100 അടിച്ചേക്കുന്നത്. അപ്പം ഫലത്തിൽ 130% താരിഫ്. ഇതിനെ ചൈന റിട്ടാലിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ചൈനയുടെ ഭാഗത്തുനിന്ന് എന്താണ് ഇനി തിരിച്ച് പ്രതികരണം ഉണ്ടാകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫർദർ ഫോൾ. ഓക്കെ, ഇനി 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ ചൈന എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത മാർക്കറ്റിൻ്റെ നീക്കം. കാരണം ചൈന എന്ന് പറയുന്നത് റെയർ എർത്ത് മിനറൽസിൻ്റെ ഒരു അപാര കേന്ദ്രമാണ്. റെയർ എർത്ത് മിനറൽസിൻ്റെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റുള്ള ഒരു രാജ്യമാണ് ചൈന. പ്രത്യേകിച്ച് ഓട്ടോ സെക്ടറിലെ നമ്മുടെ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള റെയർ എർത്ത് മിനറൽസ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഉള്ളതിൽ ഏകദേശം മോർ ദാൻ 90% ചൈനയിൽ മാത്രമേ ഉള്ളൂ. ഇത് അത്യന്താപേക്ഷിതമാണ് കാർ ഇൻഡസ്ട്രിക്ക്, അല്ലെങ്കിൽ മോട്ടോർ ഇൻഡസ്ട്രിക്ക്, അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിന് വളരെ അത്യന്താപേക്ഷിതം. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള ചിപ്പുകൾ ഉണ്ടാക്കാനും, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ചിപ്പുകൾ, മറ്റ് ചിപ്പ് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനും ഈ സാധനം, ഈ റെയർ എർത്ത് മിനറൽസ് കൂടിയേ തീരൂ. ഇതിൻ്റെ ഡോമിനേഷൻ എന്ന് പറയുന്നത് ചൈനയ്ക്ക് മാത്രമാണ്. ഓക്കെ, അപ്പം ഇവരിനി എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതിനനുസരിച്ച് മാർക്കറ്റ് പ്രതികരിക്കും. അപ്പം ചൈനയുടെ ഒരു റിപ്ലൈക്ക് വേണ്ടി ലോകം കാതോർത്തിരിക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത്, റിട്ടാലിയേറ്റ് ചെയ്യുമോ അതോ ഇതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമോ എങ്ങനെയുള്ളതെന്നുള്ളത് ഇതുവരെയായിട്ടും പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു പുള്ളി. അപ്പം എരുതിയിൽ എണ്ണ കോരി ഒഴിച്ച രീതിയിൽ ആ മീറ്റിംഗ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നൊക്കെ പുള്ളി കുറേ ഡയലോഗുകൾ അടിച്ചു. അപ്പം അതും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മുട്ടിയായിട്ട് ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ചൈന എന്ത് പറയുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചൈന നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സാധനം ഞാൻ തരും. ആദ്യം ഇത് ബാൻ ചെയ്തതാണ്. ചൈന ഇന്ത്യക്ക് റെയർ എർത്ത് മിനറൽസ് തരും, പക്ഷെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറിച്ച് വിൽപ്പനയുടെ ആൾക്കാരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് US മറിച്ച് വയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ ഡൊമസ്റ്റിക് പർപ്പസ്, നിങ്ങളുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് ഈ സാധനം ചൈന ഇന്ത്യക്ക് കൊടുക്കുന്നത്. കാരണം ചൈനയ്ക്ക് എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മറിച്ച് വിൽക്കുന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ചൈന ഇങ്ങനെ പറയാനുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ഈ സംഭവം ഇന്നലെ പറഞ്ഞാണ്, ഈ സംഭവം നമ്മളുടെ മാർക്കറ്റിൻ്റെ പ്രൈവറ്റ് സെക്ടറിൽ ഈ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ ഇത് ഉത്തേജിപ്പിക്കാനുള്ള ഒരു കാരണം ഉണ്ട്. അതായത് GMDC ഒക്കെ ഈ ബേസിൽ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കമ്പനികളെയൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഈ ചിപ്പ് ബേസ്ഡ് കമ്പനികളെ നിങ്ങളൊന്ന് നോട്ടം ഇട്ട് വെച്ചോളുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാർ വന്നല്ലോ. കരാർ വന്നു, എല്ലാം അവർ സൈൻ ചെയ്ത് ഹോസ്റ്റേജസിനെ കൈമാറാനുള്ള ഒരു സെറ്റപ്പ് അവർ ഡീല് സൈൻ ചെയ്തു. പക്ഷേ ഇപ്പം നിലവിലെ പ്രശ്നം ഈ ഹോസ്റ്റേജസ് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഇവരുടെ ഈ ഹമാസിൻ്റെ കുറേ ലീഡേഴ്സും താഴെക്കടകളെല്ലാം കുറേ പേരെ ഇവർ തീർത്ത് കളഞ്ഞു. ഇല്ല, ഇപ്പം തലപ്പത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ നിലവിലുള്ളത്. പക്ഷേ ഈ ഹോസ്റ്റേജസ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതൊരു വലിയ അൺസർട്ടനിറ്റി ആയിട്ട് വന്നേക്കുകയാണ്. ഹോസ്റ്റേഴ്സിനെ കാണുന്നില്ല, എവിടെയാണ് ഇവരെ പാർപ്പിച്ചേക്കുന്നത്, ഇനി ഭൂമിക്ക് അടിയിലാണോ, അത് ഇതിന് തുരങ്കത്തിനകത്ത് പെട്ടുപോയോ, അടിച്ചപ്പോൾ അതിനകത്ത് പോയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഒരു അൺസർട്ടനിറ്റി ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെന്ന് ഒരു ന്യൂസ് ഞാനിങ്ങനെ വായിച്ചു. അപ്പം ഹോസ്റ്റേഴ്സിനെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയൊരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ന്യൂസുകളാണ്, മാർക്കറ്റിൽ പറന്ന് നടക്കുന്നതാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഫർദറായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്ന കുറേ അസ്ഥിരാവസ്ഥകൾ അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് ഈ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക്
ഇനിയിപ്പം മാർക്കറ്റ് ഇനി അടുത്ത ദിവസം അപ്പം ധാരാളമുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി. ഇന്നലെ രാത്രി ഉറങ്ങിയോന്ന് പോലും അറിയത്തില്ല. ഓക്കെ, ആ രീതിയിൽ ആണ് ആൾക്കാർ എടുത്ത് വച്ചേക്കുന്നത്. എടുത്തവരുണ്ട്, എടുത്തവരുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഡേ ക്യാൻഡിലോട്ടൊന്ന് പോവാം. ഡേ ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡേ ക്യാൻഡിൽ, നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ. നെറ്റിന് ഇച്ചിരി പ്രശ്നമുണ്ട്, നോക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്നു. ഇതിൻ്റെ വര എന്ത് ചെയ്യേ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ വൈസിൽ വരച്ചാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ചത് എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ വരച്ചത് മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് എണ്ണി നോക്കാം എവിടം വരെയാണ്. 1, 2, 3, 4, 5. മാർക്കറ്റ് ഇവിടെ നിൽക്കുമായിരുന്നു ഇല്ലേ? ഈ ഏരിയ നിൽക്കുമായിരുന്നു മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഈ ഏരിയയിൽ നിൽക്കുമായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ വരെ വന്നാൽ ഈ ഷോൾഡർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട്, ഇതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടെ തട്ടി തിരിച്ചു വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇല്ലേ? ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ച കാര്യം മാർക്കറ്റ് ഇത് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു ഇല്ലേ? മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്തു, ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടി. പക്ഷേങ്കിൽ വളരെ അൺഫോർച്ചുനേറ്റായിട്ട് എന്താ സംഭവിച്ചത്? ഇന്നലെ ട്രംപിൻ്റെ ആ പ്രഖ്യാപനം വന്നതോടുകൂടി ബിറ്റ്കോയിൻ ഏകദേശം എനിക്ക് തോന്നുന്നു 18,000 പോയിൻറ്റോളം ഇടിഞ്ഞു. 18,000 പോയിൻറ്റോളം ഒറ്റ 7 മണിക്കൂർ കൊണ്ട് 18,000 പോയിൻറ്റോളം, 19,000 പോയിൻറ്റോളം ബിറ്റ്കോയിൻ താഴെ വന്നു. 19,000 പോയിൻറ്റ്, മനസ്സിലായോ? അപ്പം ധാരാളം ആൾക്കാർ കാശ് പോയി. അപ്പം അതൊന്നും നമ്മുടെ വിഷയമില്ല, അത് പോട്ടെ. അപ്പം ഈ ചൈനയുടെ ഈ ന്യൂസ് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഡേ വൈസിലാണ് ഞാൻ പറഞ്ഞത്. 25,154 താഴെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് 25, ഞാൻ വളരെ ശാന്തമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, 25,144 ഇത് നമുക്ക് ക്രിട്ടിക്കലാണ് ഡേ വൈസിൽ. ഓക്കെ, ഈ 25,144 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഫർദറായിട്ട് മാർക്കറ്റ് തിരിച്ച് പുറകോട്ട് വരും. ഈ പോയിൻ്റ്, ഈ ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത്? മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, നാളെ മാർക്കറ്റ് ഹ്യൂബ് ഗ്യാപ് ഡൗൺ ഉണ്ടായി, നാളെ ചിലപ്പോൾ ഒരു 150 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിങ്കളാഴ്ച. ഓക്കെ, അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 150 പോയിൻറ്റിനുള്ള ഗ്യാപ് ഡൗൺ നിലവിലെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഈ 150 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 285 285 150 പോയി കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ഒരു 135 പോയിൻറ്റ് ഇല്ലേ? 135 പോയിൻറ്റ് പറയുന്നത് 154 താഴെയാണ്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ശരിയാണല്ലോ, ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് കര കയറുമോ ഇല്ലയോ നോക്കുക. ഇതിന് താഴെ നിന്ന് മാർക്കറ്റ് തിരിച്ച് കര കയറി ഇതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇല്ല, ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഡേ വൈസിൽ എനിക്ക് പറയാനുള്ളത്, വീക്കിലി ബേസിസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും, ഈ 25,154 എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഡേ ക്യാൻഡിൽ ഇതിനെ മുകളിൽ ക്ലോസ് ചെയ്യുമോ ഇതിന് താഴെ ക്ലോസ് ചെയ്യുമോ, എവിടെ ക്ലോസ് ചെയ്യും എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അടുത്ത ഫർദർ സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുക. ഓക്കെ, ഇത്ര മാത്രമേ തൽക്കാലം ഇപ്പം ആ ഏരിയയിൽ പറയാനുള്ളൂ. അപ്പം ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഡേ ക്യാൻഡലിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പം നമുക്കിനി എവിടോട്ട് പോകണം? നമ്മളുടെ 5 മിനിറ്റ്സ് ക്യാൻഡലിലോട്ട് പോകാം. 5 മിനിറ്റ്സ് ക്യാൻഡലിലോട്ട് പോയി കഴിഞ്ഞാൽ വരകളൊന്നും മാറാനില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ പോകുന്നത് 25,154 നമ്മൾ ഡേ വൈസിലാണ് പറഞ്ഞത്, അത് നമുക്കിവിടെ കണക്ക് കൂട്ടുന്ന കാര്യമില്ല. ഈ ട്രെൻഡ് ലൈൻ എന്തായാലും ബ്രേക്ക് ചെയ്യും ഇല്ലേ? ഇപ്പം നിൽക്കുന്നത് 225,288. അപ്പം ഏകദേശം 135 135 ഇതാ നമ്മുടെ ഈ റേഞ്ചാണ്. ഇത് നമ്മുടെ ഈ ഗ്രീൻ ലൈനാണ്
ഇപ്പം ഇൻട്രാഡേ വൈസിൽ, അത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രാഡേ വൈസിൽ ഈ 143 ആയിരിക്കണം നമ്മളുടെ ഗ്യാപ്പ് ഡൗൺ വന്ന് നിൽക്കേണ്ട പോയിൻ്റ്. ഓക്കെ, എന്ന് വരച്ച് കാണിക്കാം. മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ വരണം. ഓക്കെ, ഇവിടെ വരെ വന്ന് ഇവിടുന്ന് തിരിച്ച് കയറുമെന്ന് നോക്കുക. ഓക്കെ, ഈ ബോക്സ് ഇവിടെ തന്നെ കടന്നുകൊണ്ട് ഇന്നലെ വരച്ച ബോക്സാണ്. ഇതിനകത്ത് ചിലപ്പോൾ പെട്ടുപോകാൻ സാധ്യത ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം. എന്തായാലും ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു ബോക്സാണ് ഇത്. അവിടെ കടന്നോട്ടെ, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഈ 25,143 വന്ന് സപ്പോർട്ട് എടുത്ത് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ തിരിച്ച് കയറി പോകുന്നു. ഒരു പക്ഷേ നാളെ 150 പോയിൻറ്റോ 200 പോയിൻറ്റോ ഗ്യാപ്പ് ഡൗൺ കിട്ടിയാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യം? കാരണം നിങ്ങളെപ്പോലെ പി എടുത്ത് ധാരാളം ആൾക്കാർ കാണും. അവരെല്ലാവരും എന്ത് ചെയ്യും, ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ തിരിച്ച് മേലോട്ട് പോയി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 25,251 എത്തിയാൽ അപ്പോഴും നമുക്ക് ഈ കടമ്പ ഈ ട്രെൻഡ് ലൈൻ ഇതിന് ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴെ പോയി ഇല്ലേ, പൊട്ടി താഴെ പോയെങ്കിൽ തിരിച്ച് വീണ്ടും മേലോട്ട് കയറണമെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ തിരിച്ച് മേലോട്ട് കയറി പോകണം. അത് കടമ്പ കടക്കണമെന്നുണ്ടെങ്കിൽ 25,251 പൊട്ടണം. പൊട്ടി മേലോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 25,143 ഓക്കെ, 25,143 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇവിടെ നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഒരു പക്ഷേ തിരിച്ച് ഇനി 150 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ വന്നു, ഇവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് ശേഷം ഇവിടുന്ന് വീണ്ടും തിരിച്ചതായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ 150 പോയിൻറ്റ് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, അവിടുന്ന് ശേഷം ഇവിടെ തിരിച്ച് കയറി, ഇവിടുന്ന് വേണം തിരിച്ചതായിട്ട് വരാം. അല്ല ഇവിടെ നേരെ തിരിച്ച് ഇതുപോലെ തന്നെ കയറിയിട്ട് ഇവിടുന്ന് പോയിട്ട് വീണ്ടും തിരിച്ചതായിട്ട് വരാം. എന്തായാലും ഇത് ക്രൂഷ്യലായിരിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ച ഈ ലൈൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല ഇതും പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ലൈൻ തലവര ഇവിടെ ഉണ്ട് 25,038. ഇത് പല പ്രാവശ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല പ്രാവശ്യം ഈ ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 25,038 25,038 എന്ന പോയിൻ്റ് നമ്മൾ നോക്കുക. മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതും പൊട്ടി, ഈ ഗ്രീൻ ലൈന് 25,141 പൊട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുക. 25,038 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി പോകാൻ സാധ്യത. സൈക്കോളജിക്കൽ സപ്പോർട്ടോടെ കിടപ്പോൾ 25K ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ സപ്പോസ് പൊട്ടിയാലൂടെ ഇതിനെങ്ങാനും താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സംഗതി കളി മാറും. ഓക്കെ, എന്തായാലും 25,038 താഴെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ചൈന റിട്ടാലിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ചൈന ഇതേ രീതിയിൽ പ്രതികരിച്ചില്ല, സൈലൻ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് പോകും, ഉറപ്പാണ്. ഇല്ല അതേമാതിരി തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ടൊരു ഫോൾ ചിലപ്പം ഒരു പക്ഷെങ്കിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ 2 ദിവസം ഉണ്ട് എന്താണ് ഫർദർ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം വോയിസ് നോട്ടിനകത്ത് ഞാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻ വരുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇവിടെ ചെയ്യുക അതിന് മുന്നേ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ 25,143 നിൽക്കുമെന്ന് നോക്കുക. ഓക്കെ, ഇത് പൊട്ടുവോ മേലോട്ട് കയറുമോ അത് മാത്രം ചിന്തിച്ചാൽ മതി. പൊട്ടിയാൽ അടുത്തത് 25,038. ഓക്കെ, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ നിഫ്റ്റിയുടെ കഥ അവിടെ കൊണ്ട് കഴിഞ്ഞു. നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്തിലിപ്പം ഒരു ബെയറിഷ്നെസ് കാണുന്നത് IT സെക്ടറിലാണ്. കാരണം IT ആണ് ADRനകത്തിൽ IT ആണ് വീണേക്കുന്നത്. നമുക്ക് ADR എന്ന് എടുക്കാം. നമുക്ക് IT ആണ് 2-3% ഇൻഫി വിപ്രോയും വീണിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IT സെക്ടർ നാളെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ബാങ്കൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേങ്കിൽ എത്രത്തോളം നാളെ ഇതിൻ്റെ കൂട്ടത്തിൽ അവരും പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എനിവേ എന്തായാലും നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കാം മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ആ പറഞ്ഞ സപ്പോർട്ടിനകത്ത് തന്നെ കിടക്കുകയാണ്. മാർക്കറ്റ് ഇപ്പം ഇവിടുന്ന് കയറി ഇല്ലേ, ഈ റേഞ്ചിനകത്ത് കുടുങ്ങി കിടക്കുമായിരുന്നു. എന്തായാലും ഇത് കുടുങ്ങി 56,620 എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് കയറിയിട്ടില്ല. അപ്പം ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അഥവാ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനും ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ് കാണിക്കുന്നത്. സപ്പോസ് എന്തായാലും നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഗ്യാപ്പ് ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 56,110 നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഈ 56,110 പൊട്ടി താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലെവലുകളൊക്കെ നോക്കുക. ഇല്ല പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ
കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ ജസ്റ്റ് നിങ്ങൾ ഈ രണ്ട് ലൈൻ, ഈ രണ്ട് മേജർ ലൈൻ നിങ്ങൾ 56,620, 56,110 ഇത് രണ്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അടുത്ത മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഇന്നലെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മുകളിലോട്ട് കയറി നല്ല രീതിയിൽ കയറി ഇല്ലേ, നല്ല രീതിയിലൊരു അപ്സൈഡ് നമുക്ക് കിട്ടി. പക്ഷേ ഈ പറയുന്ന നീല ലൈൻ, ഈ 13,143 വളരെ ക്രൂഷ്യൽ ലൈനാണ്. ഇതിൻ്റെ മുകളിൽ നിലനിന്നാൽ ഫർദർ മുകളിലോട്ട് വേറെ ഒത്തിരി സംസാരിക്കാനില്ല. 13,143 മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ മുകളിലോട്ട്, ഇല്ല ഇതിന് താഴെ പോവുകയാണെങ്കിൽ നേരെ താഴോട്ട് വരും. നാളെ ഗ്യാപ് ഡൗൺ ആണ്. IT സെക്ടർ പൊട്ടുന്നത് കൊണ്ട് ഇവൻ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയറായിട്ട് പറയാം, IT സെക്ടർ പൊട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കോഫോർജും പെർസിസ്റ്റൻസ് സിസ്റ്റമാണ് ഇതിനകത്തിലെ മെയിൻ സംഭവം. ഓക്കെ. അപ്പം അവർക്ക് വെയിറ്റേജ് ഉള്ളതുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവൻ നേരെ തിരിച്ചതായിട്ട്, കാരണം ബാക്കിയെല്ലാം ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കും. കാരണം എല്ലാവരും ന്യൂട്രലായിട്ട് നിന്നാലും ഇവൻ എന്ത് ചെയ്യും, നേരെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ലെവലുകൾ നോക്കുക. ഈ 13,094 ഈ 13,147 13,014 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അതും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 12,915 വരെ എത്താനുള്ള സാധ്യത. അപ്പോൾ ഈ ലെവലുകളൊക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ലെവലുകളൊക്കെ നോക്കുക. ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. 13,140 നമ്മൾ വരച്ച ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 147 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 149 ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലൈനിൽ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് എങ്ങോട്ട് നിൽക്കുന്നോ, ഇവിടുന്ന് മുകളിലോട്ട് നിലനിൽക്കുന്നെങ്കിൽ മുകളിലോട്ട്, താഴോട്ടാണെന്നുണ്ടെങ്കിൽ താഴോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ഫുള്ളാകാറായി. ഇനി ഒരു 10-50 അങ്ങോട്ട് ഗ്യാപ്പ് ഫില്ലും കൂടെ ഉള്ളതിനകത്ത്. അത് ഇനി പുതിയ ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പിനൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്നും കുറേ കള്ളന്മാർ പലർക്കും മെസ്സേജ് അയച്ചെന്നിങ്ങനെ ഞാൻ കണ്ടു. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവരുടെ ഒന്നും ഐഡൻറ്റിറ്റി നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പിനെ കൊണ്ട് ശരിക്കും ഞാൻ വലയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. എനിവേ എന്തായാലും ഓക്കെ. അപ്പം എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. മാർക്കറ്റിനെ മാറ്റി നിർത്തുക, ഫാമിലിയുമായിട്ട് നിങ്ങളുടെ വീക്കെൻഡ് എൻജോയ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാതെ വിജയിക്കാൻ പറ്റത്തില്ല, കുറുക്ക് വഴി മാർക്കറ്റിലില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.